ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈറിച്ച് വിളികൾക്കൊക്കെയുള്ള വടയും ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ സപ്പാനും അമ്മിഷിബുവും കൂടി വന്നിട്ടുണ്ട്. അവരിതൊക്കെ പറയുന്നതൊക്കെ ഫേക്ക് ന്യൂസാണ്, ആരും പാനിക്കാവേണ്ട എന്നൊക്കെയാണ്. അതിൽ യാതൊരുവിധ കള്ളത്തരങ്ങൾ മാത്രമേ ആ കാര്യത്തിലുള്ളൂ. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന 33.7 കോടി രൂപ എന്ന് പറയുന്നത് ഇതിലെ പ്രമുഖരായ ലീഡർമാർ ശ്രീനേയും പ്രതാപനെയും ഒഴിച്ചുള്ള, ശ്രീനേയും പ്രതാപൻ്റെയും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് DSCO എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ പ്രോപ്പർട്ടി, DSCO. അപ്പോൾ ബാക്കി ലീഡർമാരുടെ വലിയ വലിയ കോടികൾ ഉണ്ടാക്കിയ 10 കോടിയും 5 കോടിയും 9 കോടിയും ഒക്കെ ഉണ്ടാക്കിയ ലീഡർമാരുടെ ഇതിൽ നിന്ന് ഇതിൻ്റെ തട്ടിപ്പിന് കൂട്ടുനിന്നവരുടെ ബുദ്ധികേന്ദ്രം, അത് കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവരുടെ 33.7 കോടി തട്ടിയ ലിസ്റ്റാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി TV-യിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പഴയ കണക്കിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളെയും തേടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിനേക്കാൾ അടുത്ത ലെവലിൽ ഇതിനേക്കാൾ കുറച്ച് തട്ടിച്ചവരുടെ ലിസ്റ്റിലേക്ക് വരും. അപ്പോഴും പറയണം ഇത് പഴയതാണ്, ഫേക്ക് ന്യൂസാണ്, പിന്നെ 5-6 മാസം മുന്നേ വന്നതാണ് എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നെയൊക്കെ ഇന്ന് നേരത്തെ ഒരു സ്ത്രീ എന്നെ വിളിച്ചത് 10,000 രൂപ നിക്ഷേപിച്ച ഒരു സ്ത്രീയാണ് വിളിച്ചത്. മോനെ, എന്തെങ്കിലും വഴിയുണ്ടോ ആ 10,000 രൂപ തിരിച്ചു കിട്ടാൻ? ഇവന്മാർ ലീഡർമാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കമ്പനി തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, ഇത് തിരിച്ചു വരില്ല, നിങ്ങൾക്ക് 10,000 വേണമെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവസ്ഥ. നിറയെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് അവരിട്ട പണം തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അല്ലാതെ നിങ്ങളൊന്നും വീട്ടിലേക്ക് വന്ന് കൊണ്ടുതരില്ല. നമ്മുടെ പെൻഷൻ പിന്നെ വീട്ടിൽ കൊണ്ടുതരുന്ന പോലെ നിങ്ങൾക്ക് ഈ പണമൊന്നും കൊണ്ടുതരില്ല. നിങ്ങൾ അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ടി തന്നെ വരും. അത് പോലീസ് കംപ്ലൈൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ബൈ.